മെമ്മറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്കൊരു സർപ്രൈസ് പരിപാടി വീട്ടിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പം അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണ് ഹോസ്റ്റ്. നമ്മുടെ വീട്ടിൽ നടക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊക്കെ വളരെ കുറച്ചേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആകെ തിരക്കിട്ട് നടക്കുന്നതുകൊണ്ട് പിന്നെ ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ ഇനിയിപ്പോൾ ഫോൺ കൊടുക്കുക, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യുന്നതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ ലൈക്ക് ഫ്രണ്ടാണ് ആശ ചേച്ചി ഒരു ഡോക്ടറേറ്റ് റീസെൻ്റ്ലി എടുത്തിരുന്നു. അപ്പം ആശ ചേച്ചിയുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുറച്ച് ഫ്യൂ മന്ത്സ് ആയി നമുക്ക് പാർട്ടി നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴാണ് അതിനുള്ള സൗകര്യവും എല്ലാം ഒത്തുവന്നത്. അപ്പം നമ്മളിപ്പം അതിൻ്റെ സർപ്രൈസ് പാർട്ടിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ആശ ചേച്ചി സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നുണ്ടാവില്ല ഇങ്ങനൊരു പാർട്ടി നമ്മൾ ചെയ്യും എന്നുള്ളത്. എന്തായാലും വൻ സർപ്രൈസ് ആവുമെന്നാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നത്. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം സർപ്രൈസ് വീഡിയോയും ഗെറ്റ് ടുഗദറും കണ്ടിട്ട് വന്നാലോ? ആശ ചേച്ചിയുടെ ഗ്രാജുവേഷൻ പാർട്ടിക്ക് വേണ്ടി ഇതാ പണി ചെയ്യുന്ന പണിക്കാർ. ഇനി ഇതുകൂടാതെ വേറെ കുറച്ച് ചുമട്ട് തൊഴിലാളികൾ വന്നിട്ട് പോയിട്ടുണ്ട്. കൊള്ളാമോ? ഇത് കുറച്ചുകൂടി ഇരുട്ടാവണം അവിടെ ഇതിന്റെ ആംബിയൻസ് കാണണമെന്നുണ്ടെങ്കിൽ. കാരണം അവിടുത്തെ എല്ലാ ലൈറ്റ് കത്തും. പിന്നെ ഈ ലൈറ്റിന്റെ താഴെയാണ് ഇത് വരുന്നത്. അപ്പൊ സ്പാർക്കിൾ പോലെ നമുക്ക് തോന്നും. നാട്ടിൽ നിന്ന് ചെയ്യിച്ചോണ്ട് വന്ന ആശ ചേച്ചിയുടെ ക്യാപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സജീഷ് ചേട്ടൻ ഇന്നലെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു കേട്ടോ. ആ സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ആശ ചേച്ചി എത്തിയോ ഇല്ലയോ എന്ന് നോക്കുകയാണേ. ഇവിടെ വീട്ടിൽ എവിടെയാ ഫ്രണ്ട്? അല്ലേ ഫ്രണ്ട് ഡോറ്. ഇതാ ഫ്രണ്ട് ഡോർ. അഞ്ജു ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം അഞ്ജുവിന്റെ ബർത്ത്ഡേ ആവാറായിട്ടില്ലല്ലോ. അപ്പൊ അപ്രതീക്ഷിതമായ സമയത്തായതുകൊണ്ട് അഞ്ജു ഞെട്ടിപ്പോന്നൊക്കെയാണ് പറഞ്ഞു വരുന്ന ഒരാള്. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെ വേണമല്ലോ നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ. ഭയങ്കര ചർച്ചയില്ല. വാതിൽ അടയ്ക്കണോ അടയ്ക്കണ്ടോ? സജീഷന്റെ സന്തോഷം കണ്ടെന്ന്. ആശേച്ചി സർപ്രൈസ് ആയോ? നേരത്തെ പറഞ്ഞ നല്ലൊരു ഒരുങ്ങി ഗിഫ്റ്റ് റിട്ടേൺ ചെയ്തേക്കിട്ടും. ആന്റിക്ക് അറിയായിരുന്നോ? എനിക്കറിയത്തില്ല. അതൊക്കെ ഇനിയിട്ട് കാണണോ? ഒരു കോളം കെട്ടൊരു കോളമാണ്. അതെ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഉണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ ആശ ചേച്ചിക്ക് വമ്പൻ ഒരു സർപ്രൈസ് തന്നെയായിരുന്നു ഇത് കേട്ടോ.
അത് ആ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. സാധാരണ പോലെ തന്നെ ഇത്തവണയും സ്വീറ്റ് ഓർമ്മയുടെ വകയായിരുന്നു കേക്ക്. ഇത്തവണ ദുബായ് ചോക്ലേറ്റ് കേക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ എന്ത് പരിപാടി വന്നാലും കേക്കിൻ്റെ ഓർഡർ ബൃന്ദയ്ക്ക് തന്നെയാട്ടോ. Good job, congratulations. Acting okay, congratulations, sir. Keep it up. ഇത്തവണ ദുബായ് ചോക്ലേറ്റിൻ്റെ കേക്ക് ആയിരുന്നതുകൊണ്ട് തന്നെ അവൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കേക്ക് ചെയ്യുക എന്നുള്ള പരിപാടി മാത്രമല്ലല്ലോ, ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആളും കൂടെ അല്ലേ. അപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ അതിന് എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും എന്നുള്ളത്. ഗുസ്തി മത്സരമല്ല ജയിച്ചത്. എല്ലാവരും കേക്ക് കട്ടിങ്ങിനായി പറമ്പിലേക്ക് നടന്നു വരേണ്ടതാണ്. താങ്ക് യു. ഒരുപാട് സന്തോഷം മാത്രമല്ല, അതിലേറെ അഭിമാനം കൂടി തോന്നിയ ഒരു ദിവസം. നമ്മുടെ സ്വീറ്റ് ഓർമ്മയുടെ കേക്ക് ആട്ടോ, ദുബായ് ചോക്ലേറ്റ്. താങ്ക് യു സ്വീറ്റ് ഓർമ്മ, ബൃന്ദ താങ്ക് യു, സൂപ്പർ ആയിട്ടുണ്ട്. കേക്കിന് ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് അവിടെ കേക്കിന്റെ ചുറ്റും ആൾക്കാരാട്ടോ. ഡോക്ടറേറ്റ് എടുക്കുമ്പോഴും അവന്റെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ അറിയുന്ന സാധാരണ ഇങ്ങനെ ഒരു പരിപാടി ഉള്ളപ്പോൾ നമ്മളെല്ലാവരും പോട്ട്ലക്കാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ ഒരു ഫ്രൈഡേ ആയിരുന്നു ഈ പരിപാടി നടത്തിയിരുന്നത് കൊണ്ട് തന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ നമുക്ക് കുറ്റബോധമൊന്നും തോന്നേണ്ടി വന്നില്ല. എല്ലാ ഐറ്റംസും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ശരത്തങ്കിളില്ലടാ ഇവിടെ. ശങ്കരങ്കിൾ, ഏത് ശങ്കറാ? നമ്മുടെ പരിപാടികൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ഈ മാസത്തെയും കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് എല്ലാവരുടെയും കേക്ക് കട്ടിങ് അന്ന് തന്നെ നമ്മൾ നടത്തി. കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണുവാനില്ല. കണ്ണൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണൻ സ്റ്റേജിന്റെ മുൻവശത്തേക്ക് വരണം അഭ്യർത്ഥിക്കുകയാണ്. ഈ വരുന്നത് കണ്ണനാണ്. കണ്ണൻ ആക്ച്വലി വാലിയുടെ ഫസ്റ്റ് കസിനാണ്. അപ്പൊ അമേരിക്കയില് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. അവന്റെ ബർത്ത്ഡേ ആക്ച്വലി മെയ്യിലായിരുന്നു. കണ്ണൻ നിന്റെ ബർത്ത്ഡേ ആയിരുന്നു മെയ് 7, ജൂലൈ 20. അപ്പൊ അങ്ങനെ കണ്ണനും ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗ്രാജുവേഷൻ കേക്കിന് മാത്രമല്ല കേട്ടോ, ദാ ഈ ഓരോ കുട്ടി കുട്ടി ബർത്ത്ഡേ കേക്ക്സിനും ബൃന്ദയ്ക്കും സ്വീറ്റ് ഓർമ്മയ്ക്കും താങ്ക് യു. പേളിമാണിയുടെ അമ്മച്ചിയുടെ റെസിപ്പിയാണ് പൈനാപ്പിൾ സൂപ്പ്. അയ്യടാ ഞാൻ പൈനാപ്പിൾ നല്ല കാരമലൈസ് ചെയ്ത് പറാട്ട എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെടാൻ ഞാൻ ഉണ്ടാക്കി. കുറച്ച് പാടാം, തട്ടി വിടുകയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കി എനിക്ക് ബിസിനസ് ആക്കാൻ വേണ്ടി. ഫ്രണ്ട്സായ നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ആശയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇവിടെ സംഘടിച്ചതിന് എനിക്ക് നല്ല നല്ല സന്തോഷമുണ്ട്. എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനെ ഒരു പരിപാടി കണ്ടതിൽ അതിനേക്കായി വലിയ സന്തോഷം. പിന്നെ നല്ലപോലെ സ്കൂളിലൊക്കെ പോയി പഠിച്ചപ്പോൾ നല്ല മിടുക്കത്തിയായിട്ട് എല്ലായിടത്തും ചെന്നിടത്തെല്ലാം നല്ല മിടുക്കിയായി ഫസ്റ്റൊക്കെ മേടിച്ച് സ്കൂളിലെ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടും എല്ലാം നല്ല മികച്ച നിലയിൽ നിന്നു. എല്ലാ ടീച്ചേഴ്സിനും വളരെ ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും സന്തോഷം. അപ്പായുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ആശയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടിയാലും അതിനേക്കാൾ വലിയ സന്തോഷം ആശയെ പ്രോത്സാഹിപ്പിച്ച സജീഷനാണ്. എല്ലാ ഭർത്താക്കന്മാരും ഇതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. എനിക്ക്
സർപ്രൈസ് ആയ ബർത്ത്ഡേ കേക്ക് കട്ടിങ് അറേഞ്ച് ചെയ്ത ഫ്രണ്ട്സിന് നന്ദി. അത് വളരെ സർപ്രൈസ് ആയി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ചലഞ്ചായിട്ട് ഇത് ഏറ്റെടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു വാശിയും സ്പിരിറ്റും അത്ഭുതപ്പെടുന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. ChatGPT ഇറങ്ങുന്നതിന് മുമ്പേ PhD എടുത്ത വ്യക്തി. ഓ പോയി. പക്ഷെ ഫൈനൽ ആയപ്പോ ChatGPT വന്നു. അപ്പോൾ ഫൈനലായപ്പോ ChatGPT ഓക്കെ, എന്നാലും കുറച്ചെങ്കിലും ChatGPT ഇല്ലാതെ PhD. അങ്ങനെ അത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സജീഷ് കുറെ സാക്രിഫൈസ് ചെയ്ത് എല്ലാ സക്സസ്ഫുൾ ഭാര്യമാരുടെയും പുറകിൽ ഒരു ഭർത്താവുള്ള പോലെ. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ചെറിയ കാര്യമല്ല PhD എടുക്കുന്നത്. വേറൊന്നുമല്ല, ഇന്നത്തെ പാർട്ടിയുടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ പാർട്ടിയുടെ മെയിൻ ഘടകം എന്ന് പറയുന്നത് കേക്കാണ്. അപ്പൊ ആ കേക്ക് എന്ന് പറയുന്ന ഘടകം വന്നപ്പോൾ നമ്മൾ ബൃന്ദനെ വിളിച്ചു, സംസാരിച്ചു. ബൃന്ദ നല്ലൊരു ബേക്കറാണ്. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, ആശയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേക്ക് വേണം എന്നുള്ളത് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ 3 പേര് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിനുള്ള കേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം എത്ര ജോലി തിരക്കിൻ്റെ അടുത്ത് തിരക്കിലാണെങ്കിലും ബൃന്ദയ്ക്കും ഉണ്ട് 2 കുട്ടികൾ, പിന്നെ ബിജുവിനും ജോലിയും കാര്യങ്ങളും. എന്തായാലും അവരെ തിരക്കൊടിച്ച് ജീവിതത്തിനിടയ്ക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ച് ഇതൊക്കെ ചെയ്തു തന്ന ബൃന്ദയ്ക്ക് വളരെയധികം അപ്പൊ താങ്ക് യു ശങ്കർ. ആശേനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ആശേനെ വെറുതെ കാണുമ്പോൾ പോലും ആദ്യം ഓർമ്മ വരുന്നത് ആശേനെ ഫസ്റ്റ് മീറ്റ് ചെയ്തതാണ്. ഞാൻ അന്നക്കുട്ടീനെ പ്രഗ്നന്റ് ആണ്, ഒരു 5 months. ഞങ്ങള് കോർപ്പസ് ക്രിസ്റ്റിയില് ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ ട്രിപ്പ് പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിള്ളേരൊക്കെ ആയി, ഇനി എനിക്ക് അധികം ട്രിപ്പ് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ പ്രാരാബ്ധപ്പെട്ടി തുറന്നിരിക്കുന്ന സമയത്താണ് സജീഷ് വരുന്നത്. സജീഷ് ഒരു കാഷ്വൽ ഇട്ട് ബീച്ച് വേറിട്ട് വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ ആശ നടന്നു വരുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും 2 പിള്ളേര്, ഒക്കത്തൊരു കുട്ടി, കൂളിംഗ് ഗ്ലാസ് തലയില്, ഒരു നല്ല ഡ്രസ്സ്, ലിപ്സ്റ്റിക്, മേക്കപ്പ് ഫുൾ ഓൺ ആയിട്ട് നല്ല 100 watt ചിരിയില് ഒരാള് നടന്നു വരണോ, അത് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആയി. അപ്പൊ കുറച്ചു നേരത്തേക്ക് ഞാൻ പ്രാരബ്ധപ്പെട്ടി അടച്ചു വെച്ചു. പിന്നെ ഞാൻ വീണ്ടും തുറന്ന നേഴ്സല്ല, ചിലപ്പോൾ ആഴ്ചയിലൊരിക്കൊക്കെ ഒന്ന് പോയാൽ മതിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ റോങ് ആണ് എന്ന് ആശ തെളിയിച്ചു. അപ്പൊ സ്ഥിരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതിന് ആശയ്ക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന കെട്ടിയവനും മോട്ടിവേറ്റ് ചെയ്യുന്ന പേരൻസിനും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന പിള്ളേർക്കും എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ആശ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. എല്ലാം കൂടെ ആയിട്ട് താൻ എങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. സോ ഇറ്റ്സ് എ ബിഗ് ഇൻസ്പിറേഷൻ. അപ്പോൾ കീപ് ഇറ്റ് അപ്പ്. നമ്മള് ഫ്രണ്ട്സ് ഇങ്ങനെ ഇതായിട്ട് കൂടുമ്പോൾ നമ്മൾ ഓൾവേസ് കളിയാക്കും ആശ. എപ്പോഴും ഈ ലാസ്റ്റ് മിനിറ്റ് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക, അതൊക്കെയാണ് ആശയുടെ ഒരു ട്രേറ്റ് ആ സമയത്ത്. ഇറ്റ് വാസ് എ റിയലി ഗുഡ് എഫേർട്ട്. ആ ഡെഡിക്കേഷൻ, ആ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാണ്. ഇറ്റ്സ് റിയലി എ ഗുഡ് എഫേർട്ട് ആൻഡ് അബ്സല്യൂട്ട്ലി കൺഗ്രാറ്റ്സ് ആൻഡ് ഹോപ്പ് ഫോർ ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു. പിന്നെ അതുമാത്രമല്ല, ഏറ്റവും വലിയ കാര്യം, ഒരു പാർട്ടിയും മിസ്സാവാറില്ല. ഏത് പാർട്ടിക്ക് ആദ്യം വരുന്നത് ആശയായിരിക്കും. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. ഇത്രയും തിരക്കിൽ എങ്ങനെ അതൊക്കെ സാധിക്കുന്നതെന്ന് അറിയില്ല. ബട്ട് വെരി വെൽ ഡൺ. പഠിക്കുന്ന കാര്യത്തിൽ ഇൻസ്പിറേഷൻ ആണ്. അതുപോലെ തന്നെ എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ആശേഷിയെ പറ്റി ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആശേഷിക്ക് ഒരിക്കലും ആ ഒരു ടെൻഷൻ, അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആശേഷിയുടെ. കൺഗ്രാറ്റുലേഷൻസ് ആശമോളെ. ഇനി ഒത്തിരി PhD എടുക്കാൻ പറ്റും. ഇതിനെ പറ്റി പറയുമ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ആശ്ചര്യ കൊണ്ടിങ്ങനെ എന്താ പറയുക, പുള്ളിക്കാരിക്ക് ഇത് പറ്റും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നു. നമ്മുടെ കൂട്ടത്തില് എനിക്ക് ഏറ്റവും മെച്യൂരിറ്റി ഉള്ളതും ഭയങ്കര ബോൾഡായിട്ട് തോന്നിയിട്ടുള്ളത് ചേച്ചിയാണ്. അപ്പൊ എനിക്ക് ചേച്ചിയോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ഇത് PhD എടുത്തല്ലോ, അപ്പൊ ഇനി അടുത്ത് എന്താണ് ചേച്ചിക്ക് ആഗ്രഹം? അടുത്ത് എന്തിലോട്ടാണ് ചേച്ചി പോകാൻ ആഗ്രഹിക്കുന്നത്? ഒരു കോഴ്സ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അസൈൻമെന്റ് എഴുതണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളൊരു മടി കാരണം ഇങ്ങനെ ഇതേപോലെയാണ് MBA ചെയ്തത്. പഠിച്ച് പറക്കുന്നതിന് മുമ്പ് എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് പഠിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന പകുതി കാര്യങ്ങളും ഇവിടുത്തെ എല്ലാവരും പറഞ്ഞു തീർത്തത് കൊണ്ട് അധികം ഇല്ല പറയാൻ. കാരണം എല്ലാ പോയിന്റ്സ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല. എപ്പോഴൊക്കെ
വല്ലപ്പോഴും നമ്മളവിടെ പോയി ഇരിക്കുമ്പോൾ രാത്രി പറയേ ഓ എനിക്ക് അസൈൻമെന്റ് ഉണ്ട് അതെനിക്ക് അല്ലാതെ നോക്കുമ്പോൾ എപ്പോഴും കൂടുതൽ ചില്ലായിട്ട് നമ്മുടെ കൂടെ എല്ലാ പരിപാടിക്കും സജീഷനെ നമുക്ക് അനുമോദിക്കാണ്ട് വയ്യ. അവരുടെ എല്ലാരും ഒരു കൈയടി. എന്തൊക്കെ പറയാ, ആശയ്ക്ക് നമുക്ക് അതിലേറെ ഒരു കൈയടി. ഡോക്ടറേറ്റ് ഇത്ര എളുപ്പമായി എന്നെ കാണിച്ചു തന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിച്ചതിന് അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സജീഷനോടൊപ്പം പിന്നെ എന്ത് വേണം അല്ലേ? First of all, congratulations. And I think you really deserve it because you're a type of person who doesn't give up even on the challenges you face. Congratulations, we love you. Congratulations, Ashandi. You have a beautiful personality. ആശയങ്ങളുടെ ഐറ്റിലായിരുന്നുണ്ടെങ്കിൽ എല്ലാ സർട്ടിഫിക്കേഷനും എടുത്ത് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ശരിക്കും ആശയുടെ ഡെഡിക്കേഷനും വിൽ പവറിനും ശരിക്കും കൺഗ്രാജുലേഷൻ. യു റിയലി ഡിസേർവ്. കൺഗ്രാറ്റ്സ് പറയട്ടെ. വളരെ ഇതായിട്ട് വളരെ കാഷ്വലായിട്ട് വളരെ ടെൻഷനൊന്നും ഇല്ലാണ്ടാണ് പഠിക്കാനൊക്കെ പോയത്. അപ്പം കൺഗ്രാറ്റ്സ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യം. എല്ലാവർക്കും പറ്റണമെന്നില്ല. എസ്പെഷ്യലി ജോലിയുള്ളപ്പം കുട്ടികളുള്ളപ്പം വേറെ 100 തിരക്കുള്ളപ്പം മേ ബി ചിലപ്പോൾ ആശയ്ക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ചെയ്യണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവും എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റും, എനിക്ക് അറിഞ്ഞുകൂടാ, ഐ എം ജസ്റ്റ് സെയിം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് ആണല്ലോ പലപ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ ഓവർകം ചെയ്ത് ഫൈനലി ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് തിങ്. അപ്പം വി ആർ സോ പ്രൗഡ് ഓഫ് യു. ഇതിന്റെ ഒരു 2 വാക്കും കൂടി കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും വീടിന്റെ അകത്തേക്ക് കയറും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. എപ്പോഴും എനിക്ക് നമ്മൾ മീറ്റ് ചെയ്ത ടൈമാണ് ഓർമ്മ വരുന്നത്. മലയാളം സംസാരിക്കുന്ന കേട്ട് വന്ന് പരിചയപ്പെട്ടു. പിന്നെ ഹോസ്റ്റലിൽ വന്നപ്പം ഒറ്റ മനുഷ്യൻ നമുക്ക് പരിചയമില്ല. ഇവരായിരുന്നു ഫസ്റ്റ് വന്ന് പരിചയപ്പെട്ട മലയാളികൾ. ബിഗ് ഹാറ്റ്സ് ഓഫ് ടു ബോത്ത് ഓഫ് യു ആൻഡ് യാ കൺഗ്രാറ്റ്സ് ആക്കാം. സ്പെഷ്യൽ താങ്ക്സ് ടു കണ്ണൻ. താങ്ക് യു കണ്ണൻ. എനിക്കറിയാം കണ്ണന് ഇപ്പോൾ ഒരു വർഷം ആക്ഷനെ പറ്റി ഒരുപാടൊന്നും അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. എന്നാലും എന്താ പറയുക, ആശയ്ക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തതിൽ ഒരു പങ്ക് കണ്ണനുള്ളതാണ്. അപ്പം എന്താ പറയുക, ഞങ്ങൾ അവനോട് പറയുമായിരുന്നു 2 വർഷം കഴിയുമ്പോൾ അവൻ്റെ മാസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ സർപ്രൈസ് ആയിരിക്കും ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം സർപ്രൈസ് ആയിരിക്കും ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവരിതെല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എനിക്കറിയത്തില്ല. അപ്പം ആശേച്ചിക്ക് അടുത്തതായി കൊടുത്ത സർപ്രൈസ്, ആശേച്ചിക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഇതേപോലെ വിഷസ് അറിയിക്കുന്ന വീഡിയോ കളക്ട് ചെയ്തിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെല്ലാം വേണ്ടിയിട്ട് സജീഷ് ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ അടുത്തും വിളിച്ച് വീഡിയോസൊക്കെ കളക്ട് ചെയ്ത് എനിക്ക് അയച്ചു തരുമായിരുന്നു. ഞാനായിരുന്നു എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും you should know that we are all so proud of you, Dr. Asha Bose. Hello. My sister. Upper side. ഞാൻ പറയാനുള്ളതെല്ലാം നമ്മുടെ സർപ്രൈസ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇനി അതിൽ കൂടുതൽ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശേച്ചിയെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ആശേച്ചിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2016 ജൂണിലാണ് കാണുന്നത്. 2016 ജൂണിൽ ഗാമയുടെ പിക്നിക്കിന് വളരെ തിരക്കിട്ട് ഇവാനെ ഒക്കത്ത് വെച്ചിട്ട് ഓടുന്ന ആശേച്ചിയാണ് ഞാൻ അന്ന്. 2020 ഞാൻ പിന്നീട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതായത് ഏകദേശം 4 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഞാൻ ആശേച്ചി വിളിക്കുന്നത് തന്നെ. അന്ന് ഞാൻ ചോദിച്ചത്, ആശേച്ചി എനിക്ക് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് കയറാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം ആശേച്ചി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഇത്രയും പഠിച്ചിട്ട് നീ RN എഴുതിയിട്ട് വാ, നിന്നെ ഞാൻ ജോലിക്ക് കയറ്റിക്കോളാം എന്ന് പറഞ്ഞു. ഇത്രയും കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടോ ആശ ചേച്ചി അത് പറഞ്ഞപ്പം എനിക്ക് പഠിക്കണമെന്ന് തോന്നി. അത് സത്യമാണ്. അത് എത്രയോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പരീക്ഷ എഴുതിയെടുക്കണം. ഏട്ടൻ പറയുമായിരുന്നു, വീട്ടിൽ നിന്ന് പറയുമായിരുന്നു. പക്ഷെ അന്നൊന്നും തോന്നാത്ത എന്തോ ഒന്ന് ആശയിച്ച് അന്ന് എനിക്ക് പറഞ്ഞപ്പം എനിക്ക് തോന്നി. അന്ന് തൊട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്, പരീക്ഷ എഴുതുന്നതും പാസ്സാവുന്നതും ഒക്കെ. എന്തുകൊണ്ടോ എൻ്റെ ലൈഫിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആശയിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് എനിക്ക് സാധിച്ചു. ആശയിച്ച് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ
ആദ്യത്തെ ജോലി വാങ്ങി തന്നു. ആശേച്ചി എനിക്കെൻ്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ തന്നെയാണ്. നമ്മൾ 2 അമ്മമാരാന്ന് മാത്രമേ ഉള്ളൂ. എന്ത് കാര്യമുണ്ടെങ്കിലും എപ്പോഴും ഓടിച്ചെന്ന ആശേച്ചി എനിക്കിത് വേണം, അല്ലെങ്കിൽ ആശേച്ചി എനിക്കിങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും നീ പറഞ്ഞില്ലെങ്കിലും ആശേച്ചി അവിടെ ഉണ്ടാവും. എത്ര തിരക്കാണെങ്കിലും എൻ്റെ ഫോൺ കോൾ കണ്ടാൽ അപ്പം തന്നെ കോൾ എടുക്കും. എന്താടി അത്യാവശ്യമാണോ? എത്ര തിരക്കാണേലും ഫോൺ എടുക്കും. ഈവൻ ഇന്ന് പോലും തിരക്കായിരുന്നു, മീറ്റിങ്ങിലായിരുന്നെങ്കിൽ പോലും ആ ഒരു ഫ്യൂ സെക്കൻഡ്സിലേക്ക് കോൾ എടുത്തിട്ട് എന്താടി ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന വളരെ ചുരുക്കം ആളുകളിൽ ഒരാളാണ് ആശേച്ചി. സോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആശേച്ചിൻ്റെ ലൈഫിൽ. I am so proud of you. You are super inspiration for all of us. I promise you I will be always there for you. Yeah, congratulations again. I'm so proud of you. അതിവിടെ ഫോർമാറ്റിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ഈ ഫാമിലിയിലേക്ക് വന്ന റൂട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ പോലോയുടെ ഒരു പുസ്തകമുണ്ട്, എല്ലാവരും പറഞ്ഞ് ഫോർമലായതാണ്, ആർക്കമിസ്റ്റ്. അതിനകത്തൊരു ഡയലോഗുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ പുറകെ പ്രകൃതിയും എല്ലാവരും കൂടെ ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അതിപ്പോൾ ദൈവമാണോ വേറെ എന്തെങ്കിലുമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പോസിറ്റീവ് എനർജി നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ കൂടെ ഒന്നും ഉണ്ടാവും. എല്ലാത്തിനും എല്ലാവരോടും ഒരു നന്ദി വാക്ക് പറയാൻ വേണ്ടി ഞാൻ അവസരം ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് തന്നെ ഒരു 6 മാസം മുമ്പ് എന്നോട് വാണി പറഞ്ഞു, ശങ്കരം പറഞ്ഞു, നമുക്കൊരു അവളുടെ ഗ്രാജുവേഷൻ ആഘോഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളൊക്കെ അതിനിടയ്ക്ക് ഉണ്ടായി, അങ്ങനെ നീണ്ടുപോയി. അത് ഫൈനലി ഞാൻ ഒരു 2-3 മാസം മുമ്പാന്ന് തോന്നുന്നു ശങ്കർ പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം ആഘോഷിച്ച് വെക്കോളൂ, ഡേറ്റ് തീരുമാനിക്കുക. വാണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ തീരുമാനം, എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇവർ നാട്ടിൽ പോകുന്നത് ഓഗസ്റ്റ് 26-ാം തീയതിയാണ്, അപ്പോൾ അതിനു മുമ്പ് ഡേറ്റ് നോക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ ഇവരുടെ നിർബന്ധം കൊണ്ടാണ് പിന്നെ നമ്മളതിലേക്ക് ഇറങ്ങിയതും ഇത്രയും വരെ എത്തിയതും. അപ്പോൾ ഇതിനു വേണ്ടി എനിക്കറിയാം എത്രയും പ്രാവശ്യം നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇത് ഇത്രയും നല്ലൊരു വൈകുന്നേരം അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇട്ട എഫേർട്ടിന് എല്ലാത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ മാത്രം നന്ദി പറഞ്ഞ് തീർക്കുന്നില്ല. നന്ദി പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ കുടുംബമാണ്. ഒറ്റ വാക്കി പറഞ്ഞ സ്നേഹം മാത്രം തുടർന്നും എന്നും ഉണ്ടാവട്ടെ. നന്ദി പറഞ്ഞാൽ അത് ഫോർമാലിറ്റിയാണ്, അതുകൊണ്ടാണ് പറയാത്തത്. പ്രായത്തിന്റെ ബഹുമാനം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 40ാമത്തെ ബർത്ത്ഡേ ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു. ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയും വലിയൊരു സർപ്രൈസ് തന്നതിന് താങ്ക് യു. ഇത്രയും കഷ്ടപ്പാടിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല നീ കുഞ്ഞു കൊച്ചിനെ കുറിച്ച്. The way Asha did the mentorship for her is a different thing. Honestly, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം ആശയ്ക്ക് അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ട്രൂ മെന്റർ. അത് ചിലവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു റിഗാർഡ്സിൽ നോക്കുവാണെങ്കിൽ ആശ ഡിഡ് എ വണ്ടർഫുൾ ജോബ് ഓഫ് മെന്ററിങ് ഹെയർ ആൻഡ് ഗെറ്റിംഗ് വെർ ഷീ വാണ്ട്സ് ടു ബി ആൻഡ് ദാറ്റ് ടേൺഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിയെ സംബന്ധിച്ചോളം ഇറ്റ് മെയ്ഡ് എ ഡിഫറൻസ്. ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് താങ്ക് യു ഫോർ ആശ. പിന്നെ ഞാൻ രണ്ടാമത് ആശയിൽ കണ്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു വേവ് ലെങ്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ഡേ ഐ ഹാവ് ടു ഗെറ്റ് ദർ. അത് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ ഒരു പാഷനുള്ള ഒരാളാണ് ആശ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വേറെ ഒന്നുമില്ല, വാണിയായിട്ട് കൂടുതൽ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പം വി ഗോട്ട് അറ്റാച്ച്ഡ് ബിറ്റ്വീൻ ദ ഫാമിലീസ്. അതിനുള്ളൊരു ബുദ്ധിമുട്ട് അത് സതീഷ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് മേഡ് ആശ ടു ബി സക്സസ്ഫുൾ വേർ ഷി വാണ്ട്സ് ടു ബി. അപ്പോൾ അതിന് രണ്ടാമത്തെ ബിഗ് ഹാറ്റ്സ് ഓഫ് ടു സജീഷ് തോന്നുന്നു. ആശ പറഞ്ഞത് എന്താ പറയുക, ഇവനെപ്പോൾ നോക്കിയാലും എന്നെ പറ്റി കളിയാക്കും, എന്നെ പാരുക എന്നുള്ളതാണ് ഇവൻ്റെ രീതി എന്നുള്ള രീതിയിൽ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം അന്നാണ് ഞാൻ റിയലൈസ് ചെയ്തത്. അമ്മ പറഞ്ഞു അവന് പെങ്ങളോ ചേച്ചിമാരോ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കും നിന്നെ അങ്ങനെ കാണണമെന്ന് പറഞ്ഞു. ഇത് എനിക്ക് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയോ പെങ്ങളോ എന്നുള്ള സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നിങ്ങൾ പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. ഞാൻ പാമാശിക്ക് പറഞ്ഞു സതീഷ് കല്യാണം കഴിഞ്ഞിട്ട് 4 പിള്ളേരെ വളർത്തിയത്, മൂത്ത ആളിന്ന് ഗ്രാജുവേറ്റ് ചെയ്തെന്നാണ് ഞാൻ പറഞ്ഞത്.
അത് ശരിക്കും പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് അത് സത്യമാണ്. അത് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. 3 കുഞ്ഞു പിള്ളേരെ വെച്ചിട്ട് ഭാര്യനെ പഠിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് ഡോക്ടറേറ്റ് എടുപ്പിക്കുക എന്ന് പറയുന്നത് സജീഷിന്റെ പങ്ക് വളരെ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അമ്മ അന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് മേ ബി യു ആർ സിസ്റ്റർ ഫോർ മീ ഇൻ മൈ ലൈഫ്. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളവരാണ്. ഒരു വെളിപ്പുറത്ത് അകലെയാണ്. അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ശരി, ഇവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഹാറ്റ്സ് ഓഫ് ടു യു ഗൈസ് ഫോർ അക്കംപ്ലിഷിംഗ് ദിസ് and being part of our family. So thank you so much. So happy for you guys you are. So wish you all the best and all the blessings in life. എൻ്റെ ലൈഫിലേക്ക് ആശ ചേച്ചി വന്നത് ദൈവദൂതനെ പോലെയാണെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഒരൊറ്റ ഫോൺ കോളിൽ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആൾ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആശ ചേച്ചിയോട് സംസാരിച്ചത് മുതലാണ്. എത്ര പ്രായമായാലും കുട്ടികളും കുടുംബവും കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും ഒപ്പം ഒരു ഫുൾ ടൈം ജോലിയും ഉണ്ടെങ്കിലും സ്വപ്നം കണ്ട കാര്യം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആശ ചേച്ചി ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ആശ ചേച്ചിയെക്കുറിച്ച് പറയുമ്പം അതൊരു പ്രത്യേക ജന്മം തന്നെയാണെന്ന്. ഞങ്ങളുടെ സൂപ്പർ വുമൺ. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു കുറേ അധികം കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ചിരിച്ചു, സന്തോഷമായിട്ട് എല്ലാവരും പിരിഞ്ഞു. ഈ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ഇവിടെ കഴിഞ്ഞു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.